ഒരു ദിവസം ഞാനും ഉപ്പച്ചിമ്പളും വന്ന് ആരും കാണാതെ where the shadows play, the wind hums songs at the break of day, whispering pines, secrets. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വിചാരിച്ചു രാവിലെ ഒന്ന് ബീച്ചിൽ പോയിട്ടൊക്കെ വരാമെന്ന്. ഞങ്ങൾ ഈ കണ്ണൂർ എത്തിയതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. ഒരു ദിവസം ഞാനും ഉപ്പച്ചിമ്പളും വന്ന് ആരും കാണാതെ അപ്പം ചായ കുടിക്കാതെ കേട്ട് ഞങ്ങളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. Teach me the language of rustling leaves, stories that linger on the breath of the breeze. രാവിലെ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന സമയം മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിട്ടോ. വടിയും ചായയും ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു കാലിച്ചായ പോലെ ഞങ്ങൾ കുടിച്ചു കേട്ടോ. Whisper truths as they flow down. Their songs entwined with the trees that stand, knotted in time. എന്താണെന്നറിയില്ല, ഈ ചൂട് എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കാലാവസ്ഥൻ്റെ കാര്യത്തിലായാലും. കുറേ ദിവസമായി ഞാനും എൻ്റെ അനിയത്തിയാലും എൻ്റെ ഉപ്പാനോടും ഇങ്ങനെ പറയലുണ്ടായിരുന്നു പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇന്നാട്ടോ ഉപ്പാക്ക് ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു പയ്യാമ്പലം പോയിട്ടൊന്ന് വരാം. ആൾക്കാരൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ഇറങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. അവരും പിന്നെ മീൻ പിടിക്കാൻ വന്ന ആൾക്കാർ, പിന്നെ ഫാമിലി ആയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നായ്ക്കൾ, അങ്ങനത്തെ കുറേ മൃഗങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ഇവിടെ ഒട്ടകം ഉണ്ടാവാറുണ്ട്, കുതിര അങ്ങനത്തെ വരലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ആള് ഇവിടെ വല വീശിയിട്ട് മീൻ പിടിക്കുക കേട്ടാ. കടയിൽ സാധാരണ ഉണ്ടാവുന്ന സ്ഥലം ഇവിടെ ആട്ടോ. പക്ഷേ ഇപ്പോൾ വേലിക്കയറ്റ് ചെവയിൽ ഇറക്കുണ്ടായി. ഞാൻ പണ്ടില്ലേ ഇവിടെ ഈ ഒരു ബീച്ചിൽ വന്ന സമയം ഞങ്ങളെ വീടിൻ്റെ ഒക്കെ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ കുറേ ഷെല്ലുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ ഒരു വട്ടായിരുന്നു മറ്റേ ക്രാഫ്റ്റിൻ്റെ ആ കൊറോണ സമയം. ഉമ്മി ഉപ്പി നടക്കാനെന്ന് പറഞ്ഞ് പോയപ്പോൾ ഞങ്ങളിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയതാട്ടോ. വെള്ളത്തിൽ ഇറങ്ങിയത് പറഞ്ഞ് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. The earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the storm. Teach me the language of
ഫോണ് വീണാലോ. കുറച്ചായപ്പോൾ ഓരിങ്ങനെ പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോ വെള്ളത്തിലോട്ട് ഉന്തിയിട്ട് കേട്ടോ. Whisper truths as they flow down. Their songs entwined with trees knotted in time by nature's hand. Each echoing step on the forest floor. ഗൈസ് ഞാൻ നനയണ്ട വിചാരിച്ചിട്ട് മര്യാദക്ക് അവിടെ നിന്ന് നിൽക്കുന്ന സമയം ചെരുപ്പയച്ച് എന്നെ വെറുതെ നിൽക്കുന്ന ഇന്നെ കൊണ്ടുപോയത് കൊല ചെയ്യാനാണെന്ന് മാത്രം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടായിനി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്നിപ്പോൾ വെള്ളത്തിൽ എന്ത് ഒറ്റ ഉന്തിയിടലായിരുന്നു കേട്ടോ. പക്ഷേ മൊത്തത്തിൽ നനഞ്ഞില്ല ഞാൻ. ഉമ്മ എല്ലാ കടലും കാണിച്ച് തിരിയുന്ന സമയത്ത് എന്നെ ഉപ്പ് ഉന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രം കാണാനുള്ള ഭാഗ്യം ഉമ്മാക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ആണെങ്കിലോ അങ്ങനെ എന്നെ നനച്ച് പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഇന്ന് ചിക്കൻ കറി അങ്ങനെ മറ്റോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി. അങ്ങനെ പുറത്തുനിന്ന് പൊറോട്ടയും പിന്നെ പൂരിയും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ പിന്നെ വെജിറ്റബിൾ കറി അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂട്ടി രാവിലെ കഴിച്ചു. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഒരു മോർണിംഗ് ഔട്ടിംഗ് വ്ളോഗാണ്. ഇങ്ങനെയൊക്കെ ഔട്ടിംഗ് ഒക്കെ ഭയങ്കര ഫണ്ണാട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പോവലുണ്ടാ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനിയും കാണാം. ബൈ.